പ്രശംസ വേറെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ വീണ ജോർജിനാണ്. ആതുര ശുശ്രൂഷ രംഗത്തെ മികവ് പുലർത്തിയതിന് മിക്കവാറും ഒരു അവാർഡ് കിട്ടാൻ വയ്യുണ്ട്. ഈ ആധുനിക നിലവാരമുള്ള കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഒന്നായ വൈക്കം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് വെച്ച് ഡീസൽ അങ്ങോട്ട് തീർന്നു പോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ഓപ്പറേഷൻ വേണം. അതിന് ഒരു 11 വയസ്സുകാരൻ്റെ ഓപ്പറേഷൻ ആട്ടോ. ഈ അത്യാവശ്യ ഘട്ടമാണ്. ഡീസലില്ല. എന്തു ചെയ്യും? വേറൊന്നും ആലോചിച്ചില്ല. എല്ലാവരും കൂടി അങ്ങ് നിന്ന് മൊബൈൽ അങ്ങ് ഓണാക്കി ആ മൊബൈൽ വെളിച്ചത്തിൽ എന്താക്കി സർജറി അങ്ങോട്ട് നടത്തി. ഇക്കാര്യത്തിനാണ് ഒരു പ്രത്യേക അവാർഡ് ഈ മാഡത്തിനെ കാത്തിരിക്കുന്നത്. നമ്മളെ വകുപ്പ് മന്ത്രിക്ക് അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആതുര ശുശ്രൂഷാ രംഗം, ഹോസ്പിറ്റലൈസേഷൻസ് ഒക്കെ ഭയങ്കര ഒരു വൻ രീതിയിൽ ഉയർന്നു വന്നു. ഭയങ്കരമായ വളർച്ചയുണ്ടായി, വികസനത്തിൻ്റെ കൂട്ടിക്കുത്തിയിട്ടുണ്ട് എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ സംവിധാനമൊക്കെ നല്ലതാണ് മാഡം. നിങ്ങൾക്കങ്ങ് കിട്ടും ഒരു അവാർഡ്. ഇക്കാര്യത്തിൽ നിങ്ങളൊരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് ഒരു വേറെ സത്യമാണ്. അല്ല, മിണ്ടണ്ട. മിണ്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ട അവാർഡ് പോയാലോ. എന്നാൽ ബ്ലിങ്കു ഇനി ഒന്നും മിണ്ടുന്നില്ല. എന്നാലും അടുത്ത ആഴ്ച ബ്ലിങ്ക് വരും. കാണാം. ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ.